ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ ഡിപ്ലോമാറ്റിക് പൊസിഷൻ പരമ്പരാഗതമായി നമുക്കറിയാം, നമ്മളൊരു നോൺ അലൈൻഡ് കൺട്രിയാണ്. ചേരിചേരാ പ്രസ്ഥാനമായിരുന്നു USSR കോൾഡ് വാറിനിടയ്ക്ക്. നരസിംഹറാവുവിൻ്റെ കാലത്ത് നമ്മൾ കുറേ കൂടി പ്രോ അമേരിക്കൻ നിലപാടിലേക്ക് മാറി. കുറേ കൂടി, കാരണം USSR ഇല്ലാതായി, കുറേ കൂടി പ്രാഗ്മാറ്റിക്കായ ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷൻ അമേരിക്കയുമായി അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള സാമ്പത്തിക ഉദാരീകരണ നടപടികളും ഇന്ത്യയിൽ ആരംഭിച്ചു. ഗ്ലോബലൈസേഷൻ്റെ പാർട്ടായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടു. ഇസ്രായേലിനെ അംഗീകരിച്ചു. ഇസ്രായേലിൻ്റെ എംബസി ഇന്ത്യയിൽ തുറന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായി ഡിപ്ലോമാറ്റിക്കലി. അത് ഏറെക്കുറെ ഒരു പ്രാഗ്മാറ്റിക്കായിട്ടൊരു ഡിപ്ലോമാറ്റിക് പൊസിഷൻ, പ്രായോഗികമായ നയതന്ത്ര സമീപന രീതി പിന്നീട് വാജ്പേയിയുടെ കാലത്തും മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ നമ്മൾ പിന്തുടർന്നു പോകുന്നു. ഇന്ന് നമ്മൾ എവിടെയാണ് എന്നാണ് ആലോചിക്കേണ്ടത്. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയോടൊപ്പമാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എതിരെ ഒരു പ്രസ്താവന ഇന്ത്യയിൽ നിന്നുണ്ടാവുന്നില്ല. അദ്ദേഹം 29 പ്രാവശ്യം ഞാനാണ് സീസ് ഫയർ നടത്തിയത് എന്ന് പറയുമ്പോഴും ട്രംപിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പോലും പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാവുന്നില്ല. മറുവശത്ത് ഇപ്പോൾ അമേരിക്കൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയോട് അമേരിക്കയ്ക്കുള്ള ഡിസഗ്രിമെൻറ്റ്സ് എന്താണ്? ഒന്ന്, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു. ഇപ്പോൾ നേരത്തെ സികേഷ് പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിനെക്കുറിച്ച് ഇന്ത്യയ്ക്ക് ഒരു ന്യായമുണ്ട്. ഇന്ത്യ പറയുന്നത് G7 നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രൈസ് ക്യാപ്പുണ്ട്. ആ പ്രൈസ് ക്യാപ്പിൽ താഴ്ത്തിയല്ല ഞങ്ങൾ എണ്ണ വാങ്ങുന്നത്, അതുകൊണ്ട് അത് ഇല്ലീഗലാണ് എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങൾ ആ സാങ്ഷൻ ലംഘിച്ചുകൊണ്ട് റഷ്യയെ സഹായിക്കുന്നതല്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുന്നതാണ് എന്നാണ് ഇന്ത്യയുടെ ന്യായം. പക്ഷേ അതിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യ പറയുന്നത് ശരിയാണ്, ആ പ്രൈസ് ക്യാപ്പിന് താഴെ ഞങ്ങൾ വാങ്ങുന്നില്ല, കുറച്ചുകൂടി ഉയർത്തിയാണ് ഞങ്ങൾ വാങ്ങുന്നത്. പക്ഷേ വില കുറഞ്ഞ എണ്ണ ഞങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു. അത് യഥാർത്ഥത്തിൽ റഷ്യയ്ക്ക് സഹായകരവുമാണ്. പക്ഷേ അതുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ? ഇന്ത്യക്കാർക്ക് ഇല്ല. ഇന്ത്യ എപ്പോഴും ഫ്യൂവൽ പ്രൈസ് എപ്പോഴും ആ 2022 മുതൽ മാറ്റമില്ലാതെ നിലനിർത്തുകയാണ്. അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്ന ആർക്കാണ്? ഇന്ത്യയിലെ റിഫൈനറികൾക്കും സർക്കാരിനും മാത്രമാണ് ഗുണമുണ്ടാകുന്നത്. ഇന്ത്യയിലെ ഒരു പൗരനും 140 കോടി ജനങ്ങളും മറ്റൊരു പൗരനും അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുന്നില്ല. അപ്പോൾ അമേരിക്ക അതിൻ്റെ പേരിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുകയാണോ? അല്ല. റഷ്യയായിട്ടാൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഓയിൽ ഇന്ത്യയിൽ തന്നെ റിഫൈൻ ചെയ്ത് ഇന്ത്യ യൂറോപ്പിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞങ്ങൾ റിഫൈൻ ചെയ്ത് നൽകുന്ന ഓയിൽ യൂറോപ്യൻ കൺട്രീസ് വാങ്ങിച്ചാൽ അത് റഷ്യയ്ക്ക് ഗുണകരമല്ലേ? അങ്ങനെയാണ് യൂറോപ്പിനെ വാങ്ങിക്കാതിരുന്നുകൂടെ എന്ന് ഇന്ത്യ ചോദിക്കുന്നുണ്ട്. അതല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം. യഥാർത്ഥത്തിലുള്ള പ്രശ്നം ചൈനയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ദീർഘകാലം നിലനിന്ന US-അഫ്ഗാൻ ടോക്ക് കാണുന്നു. US-അഫ്ഗാൻ ടോക്ക് എന്ന് പറഞ്ഞാൽ താലിബാനുമായിട്ടുള്ള ടോക്ക് കാണുന്നു. പിന്നീട് അവിടെ താലിബാൻ അവിടെ ടേക്ക് ഓവർ ചെയ്തു, അമേരിക്ക അവിടെ നിന്ന് പിന്മാറി താലിബാൻ ടേക്ക് ഓവർ ചെയ്തു. ഈ എൻറ്റയർ പ്രോസസ്സിൽ ഇന്ത്യയുടെ റോൾ എന്തായിരുന്നു? ഇന്ത്യയോട് ആരും സംസാരിച്ചില്ല. ചൈന സംസാരിച്ചില്ല, അഫ്ഗാനിസ്ഥാൻ സംസാരിച്ചില്ല, US സംസാരിച്ചില്ല. ഒന്നാലോചിക്കുക, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി പവറാണ് ഇന്ത്യ. എന്നിട്ട് ഇന്ത്യ അതിലൊരു റോളുമില്ല, എന്നാൽ ചൈനയ്ക്ക് റോളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള എന്താണ് മേശക്കടിയിലൂടെയുള്ള ധാരണ, അതായത് മിലിറ്ററി, എക്കണോമിക്കലി എല്ലാ രംഗത്തും അവർ തമ്മിൽ ധാരണയാണ് എന്ന് മാത്രമല്ല, ഇവരുടെ എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് ഒരു തർക്ക പ്രദേശമായ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലൂടെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുള്ള കശ്മീരിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതെന്താണ്? ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈന പ്രത്യക്ഷമായി തന്നെ സഹായിച്ചു. സൈനികോപകരണങ്ങൾ നൽകി മാത്രമല്ല, ഡാറ്റ ഷെയറിംഗ് വഴിയും സഹായിച്ചു. അതായത് ബാറ്റിൽ ഗ്രൗണ്ട് ഡാറ്റ ഷെയറിംഗ് നടത്തി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സഹായിച്ച രാജ്യമാണ് ചൈന. അപ്പോൾ ചൈനയുടെ ഈ മേഖലയിലെ ഇൻഫ്ലുവൻസ് നമുക്കറിയാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെയെല്ലാം ചൈന വരുതിയിലാക്കി കഴിഞ്ഞു. ബംഗ്ലാദേശ് ആവട്ടെ, നേപ്പാൾ ആകട്ടെ, ശ്രീലങ്ക ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, മാൽഡീവ്സ് ആവട്ടെ, എല്ലാ രാജ്യങ്ങളെയും ചൈന ഇന്ത്യ ഒരർത്ഥത്തിൽ ഡിപ്ലോമാറ്റിക്കലി വളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ താല്പര്യം ഇടപെടുന്നത്. അതെങ്ങനെയാണ്? ഇന്ത്യയെ പിണക്കിയാൽ ചൈനയ്ക്കെതിരെയുള്ള ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തിയാണ് ഇന്ത്യ. ഇന്ത്യയെ പിണക്കാൻ അമേരിക്ക തയ്യാറല്ല. ചൈനയ്ക്കെതിരെ ഇന്ത്യയെ അമേരിക്കയ്ക്ക് വേണം. അതേസമയം ചൈന പാകിസ്ഥാനുമായി കൈകോർക്കുന്നു. അവിടെ ഏകപക്ഷീയമായി ചൈനയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാൻ അമേരിക്ക തയ്യാറല്ല. അപ്പോൾ അവിടെ അമേരിക്ക ഇറങ്ങിക്കളിക്കുകയാണ്. ഈ ഇറങ്ങിക്കളിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, താരിഫ് വർദ്ധിപ്പിക്കും എന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു ഡീൽ ഉണ്ടാക്കുകയാണ് ട്രംപ്. ആ ഡീലിൽ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. പാകിസ്ഥാനും നല്ലതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കുണ്ട് എന്ന് പറയപ്പെടുന്ന ഓയിൽ റിസർവ് എക്സ്പ്ലോർ ചെയ്യാൻ അമേരിക്കൻ കമ്പനികൾ സഹായിക്കും. പകരം ഇവരുടെ ടാരിഫ് കുറച്ചു കൊടുക്കും. അത് ഒരർത്ഥത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ഗുണമാണ്. അതേസമയം തന്നെ ഈ ചൈനയിൽ നിന്നും സഹായമുണ്ട്. ചൈനയിൽ നിന്ന് അവർക്ക് ധാരാളമായി ലോൺ കിട്ടുന്നു. അവരുമായി ട്രേഡ് പാർട്ണർഷിപ്പുണ്ട്, സൈനിക സഹകരണമുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ്? ഒരു മോണോപോളി ചൈനയ്ക്കും ഇല്ല, അമേരിക്കയ്ക്കും ഇല്ലാത്ത രീതിയിൽ അവർക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക്കലി ഒരു കൃത്യമായ പൊസിഷനിൽ അവരെ സ്വയം പൊസിഷൻ ചെയ്യുകയാണ്. ഇവിടെ ഇന്ത്യയുടെ താല്പര്യം എന്താണ്? ഇന്ത്യയുടെ താല്പര്യം ഹനിക്കപ്പെടുകയാണ്. ഒന്ന്, ചൈനയുമായി നല്ല ബന്ധത്തിലല്ല, പാകിസ്ഥാനുമായി നല്ല ബന്ധത്തിലല്ല,
ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ട്രേഡ് വൈസ് അമേരിക്കയുമായി നല്ല ബന്ധത്തിലല്ല. ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലാണെന്നുള്ളതാണ്. ഈ ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നത് അത് ബോധപൂർവം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സിറ്റുവേഷനാണ്. അത് ഞാൻ പറയുന്നത് ഇന്ത്യ പരമ്പരാഗതമായി സ്വീകരിച്ച ഡിപ്ലോമാറ്റിക്കലി സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അത് വളരെ പ്രായോഗികമായ നിലപാട്. ഒരു സമയത്ത് ചേരിചേരാനയം സ്വീകരിച്ചു. USSR ഇല്ലാതായപ്പോൾ കുറേ കൂടി പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അമേരിക്കയോട് പൂർണ്ണ വിധേയത്വം കാണിക്കാതെ ബ്രിക്സ് ഉച്ചകോടി പോലുള്ള കൂട്ടായ്മകളുടെ ഭാഗമായി റഷ്യയുമായി സൈനിക സഹകരണം തുറന്നു. അങ്ങനെ വളരെ പ്രായോഗികമായൊരു ഡിപ്ലോമാറ്റിക് സമീപനം സ്വീകരിച്ച ഇന്ത്യ ഇന്ന് ആർക്കും വേണ്ടാത്ത രീതിയിൽ, അതാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രസംഗിച്ചത്. എല്ലാ രാജ്യങ്ങളും പഹൽഗാം അറ്റാക്കിൽ ടെററിസ്റ്റ് അപലപിച്ചു, ഒരു രാജ്യം പാകിസ്ഥാൻ അപലപിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ആർക്കുള്ള തിരിച്ചടിയാണ്? അത് ശരിയല്ലേ? എല്ലാവരും ടെററിസം ഭയങ്കര പ്രശ്നമാണ്, അതിൻ്റെ ഇരകൾക്ക് ഐക്യദാർഢ്യമാണ്, ഞങ്ങൾ ടെററിസത്തിനെതിരാണെന്ന് അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും എല്ലാവരും പറഞ്ഞു. ഒരു രാജ്യം പാകിസ്ഥാൻ അപലപിച്ചോ? അങ്ങനെ ആയിരുന്നില്ല മുമ്പ്. ഇപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കശ്മീർ ഇഷ്യൂവിൽ, കശ്മീരിൽ നടക്കുന്ന ടെററിസ്റ്റ് അറ്റാക്കുകളെ സംബന്ധിച്ച് ധാരാളം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം അമേരിക്ക ഒരു പൊസിഷൻ എടുത്തിരുന്നു. അമേരിക്ക പറഞ്ഞത് എന്താണ്? പാകിസ്ഥാൻ ടെററിസ്റ്റുകൾക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നു. ഇത് അമേരിക്കയുടെ പരമ്പരാഗത പൊസിഷനാണ്. എന്ന് മാത്രവുമല്ല, ട്രംപ് ഫസ്റ്റ് അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യം ചെയ്ത കാര്യം എന്താണ്? പാകിസ്ഥാനുള്ള സൈനിക സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുകയാണ്. ഇതെന്താ അതിൻ്റെ കാരണം? ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാന് എതിരെ അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീനുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് പേരിൽ മുമ്പ് റീഗൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പാകിസ്ഥാനുള്ള സാമ്പത്തിക സൈനിക സഹായം ഉപയോഗിച്ച് ആ പണം അവരുടെ ഇൻഹൗസ് ടെററിസ്റ്റുകളെ വളർത്താൻ ഉപയോഗിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നിട്ട് അതേ ട്രംപാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇവരുമായി ട്രേഡ് ഡീൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്കാണ് തിരിച്ചടി ഉണ്ടാകുന്നത്? അപ്പോൾ ഈ തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണം, അപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, അദ്ദേഹം ഒരു കരിയർ ഡിപ്ലോമാറ്റാണ്. അദ്ദേഹത്തിന് ഡിപ്ലോമസിയെക്കുറിച്ച് കാര്യമായി അറിയാം. അദ്ദേഹത്തിന് ആ പണി അറിയാമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ പ്രഷറിനെ തുടർന്ന് അദ്ദേഹം ഈ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലം മുതൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗ്ലോബൽ വേദികളിൽ സംസാരിക്കുന്നതിൽ കൂടുതൽ ഇൻഹൗസ് വേദികളിൽ സംസാരിക്കുന്നു. അദ്ദേഹം കണ്ണുരുട്ടുന്നു, കണ്ണു ചുമപ്പിക്കുന്നു. ഇന്ത്യ ആർക്കും തൊടാൻ കഴിയില്ല എന്നുള്ള വലിയ എന്താണ് പറയുക, ഫനാറ്റിക് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഹിസ്റ്റീരിക് നാഷണലിസ്റ്റിക് മോഡിൽ അദ്ദേഹം സംസാരിക്കുന്നു. പക്ഷേ അന്താരാഷ്ട്ര വേദികളിൽ എന്താ സംഭവിക്കുന്നു? നമ്മൾ കൂടുതൽ ഒറ്റപ്പെടുന്നു. ഇപ്പോൾ അമേരിക്കയുമായി ഒരു ഡീൽ ഉണ്ടാക്കി ഈ പ്രശ്നം തീർക്കാം. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു ഭീഷണിക്ക് വഴങ്ങി നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം. പക്ഷേ ആ ഡീൽ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്ത്യ പരമ്പരാഗതമായി സ്വീകരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ഒരു നയം അത് ഇന്ത്യൻ ആഭ്യന്തര വിപണിയിലും ഇന്ത്യൻ കർഷകർക്കും ദോഷകരമാവരുതെന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഈ ക്വാഡ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു IPEF എന്ന് പറയുന്നൊരു എക്കണോമിക് ഫ്രെയിംവർക്ക് കൊണ്ട് നിലവിലുണ്ട്. ഇന്ത്യ അതിൽ പങ്കാളിയാണ്. പക്ഷേ ഇന്ത്യ അതിലെ ട്രേഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പില്ലറിൽ പങ്കാളിയല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ആഭ്യന്തരമായി നമുക്ക് നേരിടാവുന്ന തിരിച്ചടികൾ ഭയന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു ട്രേഡിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കർഷകർ കൂട്ടാത്മഹത്യ ചെയ്യേണ്ടി വരും, നമ്മുടെ MSMEകൾ മുഴുവൻ തകർന്നടിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഈ ക്രൈസിസ് മറികടക്കുമെന്ന് ചോദിച്ചാൽ, അത് മറികടക്കാൻ G7 ഉച്ചകോടിയിലോ G20 ഉച്ചകോടിയിലോ ആളുകൾ പോയിട്ട് ബോധപൂർവ്വം കെട്ടിപ്പിടിച്ചുകൊണ്ടോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടോ ഉമ്മ വെച്ചുകൊണ്ടോ കഴിയില്ല. അതിന് ആദ്യം വേണ്ടത് നമുക്കൊരു സോളിഡായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് വാല്യൂ സിസ്റ്റം വേണം. അത് നമുക്ക് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നു, അത് കളഞ്ഞു കുടിച്ചെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. മറ്റൊന്ന്, ഇച്ഛാശക്തിയോടെ പൊളിറ്റിക്കൽ വില്ലോടുകൂടി ഇത്തരം ക്രൈസിസിനെ നേരിടാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഡിപ്ലോമാറ്റുകൾക്ക് കൊടുക്കണം, നമ്മുടെ സൈന്യത്തിന് കൊടുക്കണം. ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഡിപ്ലോമസിയെയും സൈന്യത്തെയും ഉപയോഗിക്കരുതെന്നാണ് നരേന്ദ്രമോദിയോട് പറയാനുള്ള ഒരേ ഒരു കാര്യം.